സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറൂസിന്റെ പരിപാടി കഴിഞ്ഞാൽ അതൊക്കെ ആ ലൈറ്റ് ഒക്കെ അയച്ചു പോകും. ഈ ലൈറ്റ് അങ്ങനെ കൊണ്ടുപോയിട്ട് പള്ളിയുടെ ഉള്ളിൽ ഫിറ്റ് ചെയ്താല് ആരെ ഫാത്തിഹ തീര, ആർക്കാ കുല്ലല്ലാഹു ഓതാൻ കഴിയ, ആർക്കെങ്കിലും വജ്ജത്ത് അത്തഹിയ്യാത്ത് ഓതാൻ കഴിയുമോ? കാരണം ലൈറ്റ് ആ ലൈറ്റ് ഇങ്ങനെ മിന്നിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, പിന്നെ അവിടുന്ന് ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകുന്നു, പിന്നെ അവിടുന്ന് ഇങ്ങനെ ഒരു അക്ഷരങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ കൂടി വായിച്ച് തിരുവത്തിൽ കഴിയില്ലേ? അത് പാടില്ല. നിസ്കാരത്തിൽ നല്ല ഭക്തിയാണ് വേണ്ടത്. ഭക്തിക്ക് പ്രേരകമാകുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. അതിന് ആവശ്യമാകുന്ന രീതിയിലുള്ള മുസല്ലകൾ വിരിക്കണം. കഴിവിന്റെ പരമാവധി എഴുത്തും വരയും കുറിയും ഇല്ലാത്ത മുസല്ലകളാണ് ഉത്തമം. ഹജ്ജിനും ഉംറക്കൊക്കെ പോയി വരുന്ന ആളുകള് ചിത്രങ്ങളില്ലാത്ത നല്ല മുസല്ല വാങ്ങിക്കോളൂ, അതാണ് നല്ലത്. ചിത്രങ്ങൾ ഉള്ള മുസല്ലയല്ല നല്ലത്, ചിത്രങ്ങൾ ഇല്ലാത്തതാണ്. നിസ്കരിക്കുമ്പോഴെങ്കിലും നല്ല വൃത്തിയുള്ള നല്ല കളറുകളും മറ്റും ഒന്നുമില്ലാത്ത രീതിയിൽ നല്ല വസ്ത്രം ധരിച്ച് ശ്രദ്ധ പോകാത്ത രീതിയിലാണ് നിസ്കരിക്കേണ്ടത്. നിസ്കാരത്തിലാണ് ഏറ്റവും നല്ല ഭക്തി കാണിക്കേണ്ടത്. മഹാന്മാരുടെയൊക്കെ ഭക്തി എത്രത്തോളമാണ് നിസ്കാരത്തിൽ? ഏറ്റവും അധികം നിസ്കാരത്തിൽ ഭക്തി കാണിച്ച നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു